ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇൻഫിനിറ്റി പ്രൈമസിൻ്റെ ഒരു സബ് ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ അൺബോക്സിംഗ് ചെയ്യാൻ പോവുകയാണ്. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ടു ദ വീഡിയോ. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് ഏതെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, എൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ മണി നൈസാന്ന് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു പാക്കേജിങ്ങിലായിട്ടാണ് നമുക്ക് ഇൻഫിനിറ്റിയുടെ പ്രൈമസ് 1270 എന്ന സബ്വൂഫർ വരുന്നത്. ഹാർമൻ്റെ പ്രോഡക്റ്റാണിത്. ഈ ഒരു സബ്വൂഫറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ഇത്രയും വില കുറച്ചൊരു സബ്വൂഫർ ഇതിനു മുമ്പ് ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഹാർമൻ്റെ തന്നെ JBLനെക്കാട്ടിലും കുറച്ചും കൂടെ മുൻപതിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഇതെല്ലാം ഹാർമൻ്റെ പ്രോഡക്ട്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സബ്വൂഫറിൻ്റെ പാക്കേജിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ JBLൻ്റെ അതേ പാക്കേജിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ബ്രാൻഡിങ്ങും കാര്യങ്ങളെല്ലാം ഡിഫറൻ്റ് ആണ്. അത്രയും വ്യത്യാസമായി നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 5990 രൂപയാണ് ഇതിനകത്ത് MRP വന്നിരിക്കുന്നത്. അമേരിക്കൻ ഡിസൈനിങ്ങും ടെക്നോളജി ഉപയോഗിച്ച് ചൈനയിലാണ് ഈ ഒരു സബ്വൂഫർ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, JBL അടക്കം മറ്റ് ഒരുമാതിരിപ്പെട്ട എല്ലാ സബ്വൂഫേഴ്സും എന്ത് സാധനം കിട്ടിയാലും നമുക്ക് കൂടുതലും ചൈനയിലാണ് പ്രൊഡക്ഷൻ ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ JBLൻ്റെ അതേപോലെ പാക്കേജിങ്ങാണ് വന്നിരിക്കുന്നത്. ഇതിന് മുകളിൽ മാത്രമാണ് നമുക്ക് തെർമോക്കോളിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളത്. ബാക്കിൽ, അതായത് നമ്മുടെ ഈ സബ്വൂഫറിൻ്റെ അടിക്കായിട്ട് തെർമോക്കോളിൻ്റെ പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് ആ JBLൻ്റെ അതേ പാക്കേജിങ് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഹാർമൻ അതേ കമ്പനി അതേ ഒരു പ്രൈസ് ലെവലിലുള്ള സാധനമായിട്ടായിരിക്കും ഈ ഒരു രീതിയിലുള്ള പാക്കേജിങ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ എന്തായാലും സബ്വൂഫർ എടുത്ത് വെളിക്കോട്ട് വെച്ചിട്ട് ബാക്കി എന്താ ഡോക്യുമെൻറ്റേഷനാണ് ഇതിനകത്ത് വരുന്നതെന്ന് നോക്കാം. നമുക്ക് ഇപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും അതിനകത്ത് ആ ഒരു JBL ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്ത JBLൻ്റെ അതേ പാക്കേജ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എൻ്റെ ഡോക്യുമെൻറ്റേഷൻ. ചൈനീസ് ഭാഷയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. മറ്റേ JBLൻ്റെ സബ് മേടിച്ചപ്പോൾ അതിനകത്ത് ഇതേപോലെ സെയിം ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു. അതല്ലാതെ പിന്നെ വരുന്നത് നമ്മുടെ ഇൻഫിനിറ്റിയുടെ 2 സ്റ്റിക്കേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. കാറിലോ അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമൊബൈൽസിലൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു യൂസർ ഗൈഡ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബുക്ക്ലെറ്റ് കണക്ക് തോനെയും പേജസ് ഉള്ളൊരെണ്ണമാണ്. പക്ഷേ എല്ലാ പേജിലും സെയിം കാര്യങ്ങൾ തന്നെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഭാഷയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ബുക്ക്ലെറ്റായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബുക്ക്ലെറ്റിനകത്ത് നമുക്ക് ഇതിൻ്റെ ബോക്സ് ഉണ്ടാക്കേണ്ട അളവ്, അതായത് ശരിക്കും പറഞ്ഞാൽ ആ ബോക്സ് എന്ന് പറയുന്നത് കാറിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള അളവാണ്, അല്ലാതെ വീട്ടിനകത്ത് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അളവല്ല. കാര്യം പലരും ഈ ഒരു ബോക്സ് ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ട് ബാസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അളവ് വെച്ച് നമ്മൾ വീട്ടിലേക്ക് ചെയ്യരുത്. വീട്ടിലേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ അളവ് വെച്ച് തന്നെ ചെയ്യണം. മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് തരുന്ന രീതിയിൽ ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ സബ്വൂഫറിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് നോക്കാം. ഇതിപ്പം ഒരു 4 ohm ഇംപെഡൻസ് ഉള്ള സബ്വൂഫറാണ്. ഇതിനകത്ത് മാക്സിമം പീക്ക് ലെവൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് 1200 വാട്ട്സ് ആണ്. നോമിനൽ RMS എന്ന് പറയുന്നത് 300 വാട്ട്സ് RMS ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി പ്രൈമസ് സബ്വൂഫർ. ഒറ്റ നോട്ടത്തിൽ ആരും കണ്ണെടുക്കാതെ നോക്കിയപ്പം കാര്യം ആ ഒരു ഫിനിഷിങ്, അതിൻ്റെ ആ ഒരു എംബ്ലവും അതുപോലെ തന്നെ ആ ഒരു ബീഡിങ്സ് ചെയ്തിരിക്കുന്ന കോപ്പറിഷ് ഗോൾഡ് കളർ, ഗോൾഡാണോ അതുപോലെ എന്നാൽ കോപ്പർ കളറാണോ അതുപോലെ ആ രീതിയിലൊരു ചെമ്പിൻ്റെ ആ ഒരു കളറിലാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഷൈനിങ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. നല്ല രസമുണ്ട് കാണാൻ. അത് മാത്രമല്ല, ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫിനിഷിങ്ങും ഉണ്ട് ഈ ഒരു സബ്വൂഫറിന്. ഇതിൻ്റെ സ്പൈഡറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ JBLൻ്റെ സ്പൈഡറിൽ നിന്നും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് ഇച്ചിരി കൂടെ വീതി കൂടിയ സ്പൈഡറാണെങ്കിൽ അറ്റം വരെ വന്ന് നിൽക്കുന്ന സ്പൈഡറാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ ആ കളറിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. JBLനകത്ത് ഒരു യെല്ലോ കളറാണ് വരുന്നത്. ഇതിനകത്ത് ഇപ്പം കറക്റ്റ് ഒരു തവിട്ട് കളർ, നമ്മുടെ പഴയൊക്കെ GTX 1200 വരുന്ന കണക്കുള്ള ഒരു സ്പൈഡറാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ JBLനെക്കാട്ടിലും നല്ല പെർഫോമൻസ് ഇത്. റബ്ബർ ഫിനിഷ്ഡ് ആയിട്ടുള്ള എഡ്ജസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യലി ഡിസൈൻഡ് കോണാണ്. ഇതെന്ന് പറയുന്നത് ഒരു പഞ്ച് ചെയ്ത ഒരു ഡിസൈൻ, പ്രത്യേക ഡിസൈനിങ് ഉള്ള കോണാണ്. അവരതിന് സെപ്പറേറ്റ് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്താണെന്ന് വെച്ചാൽ ഡയമണ്ട് കട്ടിംഗ് ഉള്ള പഞ്ച്ഡ് പോളിപ്രൊപ്പിലിൻ കോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷനും നല്ല രീതിയിലുള്ള റെസ്പോൺസും കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും JBLും ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി കളയാം. അതിൻ്റെ വർക്കിംഗ് വീഡിയോ ഞാൻ പിന്നീട് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. നോർമലി നമുക്ക് കിട്ടുന്ന JBLോ പൈനിയറോ അങ്ങനെയുള്ള സബ്വൂഫേഴ്സ് എല്ലാം ഇതിൻ്റെ ആ ഒരു കോൺ അതിൻ്റെ ആ ഒരു റബ്ബർ ബുഷിലേക്ക് അല്ലെങ്കിൽ റബ്ബർ എഡ്ജസ്റ്റിലേക്ക് പേസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റി രീതിയിലാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ പഴയ JBLൻ്റെ ഒരു മോഡൽ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ രീതിയിലാണ് ഇവിടെ അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു കോണിൻ്റെ മുകൾവശത്തും താഴ്വശത്തും എല്ലായിടത്തും അതേ രീതിയിലുള്ള ഒരു പഞ്ചി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് JBLനെക്കാട്ടിൽ പെർഫോമൻസ് കിട്ടും. കാര്യം യൂസ് ചെയ്ത് ഒരുപാട് പേര് നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സബ്വൂഫറിന് ഏകദേശം 5 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ളൊരു മാഗ്നറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഡബിൾ മാഗ്നറ്റാണ്, സിംഗിൾ മാഗ്നറ്റ് അല്ല. പക്ഷേ നമുക്ക് സിംഗിൾ വോയിസ് കോയിലേ ഉള്ളൂ. 4 ohm വോയിസ് കോയിലാണ്.
അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റിയുടെ ലോഗോ ഉണ്ട് ബൈ ഹാർമൻ, അതുപോലെ തന്നെ പ്രൈമസിൻ്റെ 1270 അവരുടെ ബ്രാൻഡിങ് ലോഗോയും 300 വാട്ട്സ് RMS 1200 വാട്ട്സ് പീക്ക് ബാർകോഡും ഒറിജിൻ ഓഫ് കൺട്രിയും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ലേബലിംഗ് ആണ് എൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ബാക്കിലേക്ക് നോക്കി നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ബാക്കിലൊരു എയർ വെൻ്റ് ഉണ്ട്. അത് നമ്മുടെ പഴയ JBLനെക്കാട്ടിലും കുറച്ചും കൂടെ വലിപ്പമുള്ളതാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ JBLനൊക്കെ വരുന്ന അതേ രീതിയിലുള്ള ഒരു വലിയ എയർ വെൻ്റാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റ് ലുക്സ് ആൻഡ് ഇംപ്രഷൻ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി സബ്വൂഫറാണ്. എന്തായാലും 300 വാട്ട്സ് RMS ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ 4 MOSFET ബോർഡോ അല്ലെങ്കിൽ 4 ട്രാൻസ്ഫർ ബോർഡോ യൂസ് ചെയ്യാം. പക്ഷേ 6 MOSFETോ 6 ട്രാൻസ്ഫർ ബോർഡോ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്തായാലും നമ്മളിതിൻ്റെ വർക്കിംഗ് വീഡിയോയും മറ്റു കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇൻഫിനിറ്റിയുടെ ഇപ്പോൾ ഒരു പ്രൈമസ് ഇരിപ്പുണ്ട്, അതുപോലെ JBLൻ്റെ സബ് ഇരിപ്പുണ്ട്, പയനിയറിൻ്റെ സബ് ഇരിപ്പുണ്ട്. ഇനി പറ്റിയൊരു സോണിയും കൂടെ ഒപ്പിച്ചിട്ട് ഇത് 4 എണ്ണം കൂടെ വെച്ചുള്ള ഒരു കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. സോണി കിട്ടാൻ പാടാണ്, എന്തായാലും നോക്കാം. ഇപ്പം എൻ്റെ ഓൾറെഡി 3 സബ്വൂഫറുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ 4000 റുപ്പീസ് ബഡ്ജറ്റിനകത്ത് നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സബ്വൂഫറാണിത്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ സബ്വൂഫർ മേടിക്കാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനം മേടിക്കാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഇതൊരു വെറൈറ്റി സാധനമാണ്. ഹാർമൻ്റെ ഇച്ചിരി ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് ഈ ഒരു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. അപ്പോഴെന്തായാലും JBL മേടിക്കാൻ നിൽക്കുന്നിടത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരമാവധി ഇൻഫിനിറ്റി പ്രൈമസ് വാങ്ങാൻ നോക്കുക. ആമസോണിൽ പ്രൈസ് വന്നിരിക്കുന്നത് 4000 ആണ്. ചിലപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ പ്രൈസ് നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കേണ്ടി വരും. എന്നിരുന്നാലും നല്ലൊരു നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള നല്ല അടിപൊളി ഒരു സബ്വൂഫറാണ്. പറ്റുമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.